ഈ ഫോറസ്റ്റ് നിറയെ കാടാണല്ലോ. എന്തിനാ അറിയോ, ഇറ്റ്സ് വെരി കൂൾ. ഇവിടെ തണുപ്പാണ് തോന്നുന്നത്. ബ്യൂട്ടിഫുൾ സ്പോട്ട്. റെയിൻബോ കണ്ടു. എനിക്ക് ഇത് കാണുമ്പോ മഞ്ഞുമേൽ ബോയ്സ് ഓർമ്മ വരും. അമ്മ ഉള്ള ബസ്സിൽ പോകാനാണ് പിടിച്ചിരിക്കുന്നത്. അമ്മ അവിടുന്ന് ചെടിയുടെ വല്ല തണ്ട് കിട്ടും. വീട്ടിൽ പോയിട്ട് കുറച്ച് റെയിൻ ഫോറസ്റ്റ് നട്ടു. ചെറുതായിട്ടൊന്നും ഒരാൾ പേടിച്ചിട്ടുണ്ട്. ചെറുതൊരു ഡൈനോസോർ ഫാനാണ് കേട്ടോ. കിഴക്കുതിക്കും മണിക്കെത്തുമ്പോഴേക്കും. അമ്മേ ഞാനൊന്ന് കണ്ണു ഓർക്കട്ടെ. ഓക്കെ, ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ തിന്നോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സോറി അപ്പോൾ അതാണ്. നമ്മളെല്ലാവരും ഇവിടെ സുഖമായിരിക്കണു. ഞാനും സുനിലും കുട്ടോളും അമ്മയും എല്ലാവരും സുഖമായിരിക്കണു. കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലൂ മൗണ്ടൻ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ. ബ്ലൂ മൗണ്ടൻ എല്ലാവർക്കും അറിയുണ്ടാവും. ഓസ്ട്രേലിയയിലുള്ളവർക്കും സിഡ്നിയിലുള്ളവർക്കും എന്തായാലും അറിയുണ്ടാവും. ഇറ്റ്സ് എ വെരി പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇറ്റ്സ് എ വെരി ഫേമസ് സ്പോട്ട് ബിക്കോസ് ഓഫ് ദ കൈൻഡ് ഓഫ് വെജിറ്റേഷൻ, ദ ബ്യൂട്ടി, നാച്ചുറലി എന്തൊക്കെയൊക്കെ അവിടെ ഉള്ളത്, അതുള്ള കാരണം കൊണ്ട് ഇറ്റ്സ് വെരി പോപ്പുലർ. അമ്മേനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി, മാസങ്ങളായി. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരും കേട്ടോ. മറ്റേ ബസ്സിന് പോക്കോട്ടെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. യൂഷ്വലി പ്രശ്നം എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും ഫ്ലൂവോ കോൾഡോ ഒക്കെ പിടിക്കും. വയ്യായി വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അവിടെ റെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ റെയിൻ ആയിരിക്കും. സോ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കാരണം വി നോട്ട് ബീൻ ഏബിൾ ടു ഗോ കേട്ടോ. ബട്ട് ഫൈനലി ഇന്നാണ് നമ്മൾ അവസാനം ഒന്ന് പോകണത് ടു ടേക്ക് അമ്മേനെ ടു സീ ബ്ലൂ മൗണ്ടൻ. അപ്പം അങ്ങോട്ടേക്കുള്ള പോക്കിൻ്റെ ഒരു വിശേഷമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. സുനിലും കുട്ടോളും അമ്മയൊക്കെ ഇതാ വണ്ടിയിലാണ്. ഒക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുക. രാവിലെ 9 o'clock ഇറങ്ങുകയാണ് കേട്ടോ. ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഓൺ ദ വേ പറഞ്ഞുതരാം. ബട്ട് ക്വിക്ക് ഇൻട്രോ. വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. നമ്മള് ചടപടാന്ന് ഇറങ്ങണ ധൃതിയിൽ അധികമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ സുനിലാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കണത്. നമുക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ ബ്ലൂ മൗണ്ടനിലേക്ക് എത്താൻ. ബ്ലൂ മൗണ്ടൻ നാഷണൽ പാർക്കിലുള്ള സീനിക് വേൾഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് അഡ്വൈസബിൾ ദാറ്റ് നിങ്ങൾ അവിടെ പോകുമ്പോൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ടിക്കറ്റ്സ് ഒക്കെ പ്രീവിയസ്ലി എടുക്കുക. ബിക്കോസ് ഇന്നലെയാണ് രാത്രിയാണ് നമ്മൾ ഫൈനലി ഓക്കെ ഇന്ന് രാവിലെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് അങ്ങോട്ട് വിചാരിച്ചത്. ആൻഡ് രാത്രി നമ്മൾ നോക്കുമ്പോൾ തന്നെ മോർണിംഗ് സ്ലോട്ട്സ് ഒക്കെ ഫുൾ ബുക്ക്ഡ് ഔട്ട് ആയി. ഇവിടെ ഉണ്ട്. ആണോ? ഓക്കെ, ഇവരൊക്കെ ബാക്കിലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ രാത്രി നോക്കുമ്പോൾ ടിക്കറ്റ്സ് ഒക്കെ രാവിലെ തന്നെ ബുക്ക്ഡ് ഔട്ട് ആയി. അപ്പം നമ്മളൊരു മിഡ് ഡേയുടെ ടിക്കറ്റ്സ് ആണ് എടുത്തിരിക്കണത്. ബിക്കോസ് ചിലർക്കൊക്കെ മോർണിംഗ് അവിടെ എത്തി സൺറൈസിൽ മാരേജ് എന്നൊക്കെ പറഞ്ഞ മാതിരി സൺറൈസ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് രാവിലെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ബുക്ക് യുവർ ടിക്കറ്റ്സ് ഇൻ അഡ്വാൻസ്ഡ്. എസ്പെഷ്യലി വീക്കെൻഡ്സും പബ്ലിക് ഹോളിഡേയോ അങ്ങനത്തെ ടൈം ആകുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് റിയലി ബിസി. സോ സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് ഇപ്പം അമ്മയ്ക്ക് കുറേ നടക്കാൻ പറ്റില്ല. അവിടെ ട്രെക്കിങ് ഹൈക്കിങ്ങിൻ്റെ ഒക്കെ കുറേ സാധനങ്ങളുണ്ട്. അവിടെ അമ്മ പോയാൽ പെട്ടേനെ അമ്മ. അപ്പം മൾട്ടിപ്പിൾ കിലോമീറ്റേഴ്സിൻ്റെ വാക്സ് ആൻഡ് ഹൈക്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. സോ അതിൻ്റെ ഒന്നും നമ്മൾ ചെയ്യണില്ല. ബട്ട് ദെർ ആർ ലൈക്ക് ബ്യൂട്ടിഫുൾ തിങ്സ് ടു സീ. ബ്ലൂ മൗണ്ടൻ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് അവിടെ 3 sisters എന്താ ബ്ലൂ കളേർഡ് ആയിട്ടുള്ള മൗണ്ടൻസ് ആണ് ഓർമ്മ വരിക. അത് അവിടെ ഉള്ള ഒരു തരം എന്താ ചെടി ഉണ്ട്. ആ ചെടിയല്ലേ അപ്പോൾ അത് അപ്പൊ ആ ചെടിയുടെ കളറ് കാരണമാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബ്ലൂ ആയിട്ട് തോന്നണേ. ആക്ച്വലി നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്കിത് കാണാം കേട്ടോ. സാനുവിന്റെ സ്കൂളിൽ നിന്നും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നോക്കിയാൽ ബ്ലൂ മൗണ്ടൻ കാണാൻ പറ്റും. അപ്പോൾ ബ്ലൂ മൗണ്ടൻ നമുക്ക് വീട്ടിൽ നിന്നേ നമ്മളിങ്ങനെ അമ്മയോട് കുറേ ദിവസമായിട്ട് അതാണ് ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞ് അവസാനം ഇന്നാണെന്ന് ഇറങ്ങണത് കേട്ടോ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങൾ കാരണം തടസ്സങ്ങൾ വന്നിട്ട് വി കുഡൻ ഗോ. ഓക്കെ, അപ്പൊ ഇന്ന് വാം ഡേ ആയിരിക്കും എന്നാണ് പ്രഡിക്ഷൻ. സോ വി ആർ ഓൾ ഡ്രസ്ഡ് അക്കോർഡിംഗ്ലി. ഇനിയിപ്പോൾ തണുത്താലോ കുറച്ച് മലയൊക്കെ അല്ലേ വെച്ചിട്ട് കുറച്ച് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുമുണ്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പോയോണ്ടിരിക്കണേ കേട്ടോ. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഡ്രൈവ്. ഞാനും സുനിലും ആക്ച്വലി കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് പോയിട്ടുണ്ട്. അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ആ അറ്റം വരെ പോയിട്ട് ഇത് അവിടെയാണെന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. വി കുഡൻ ലൈക്ക് അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. കാരണം സാനു ഒന്ന് ഭയങ്കര കുഞ്ഞു കുട്ടി വാശിയും ബഹളൊക്കെ ആയിരുന്നു. സോ ടുഡേ ഈസ് ഫൈനലി ദ ഡേ വി ആർ ഇവൻച്വലി ഗോയിങ് ടോ. അപ്പോൾ പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങൾ അവിടെ.
ബ്ലൂ മൗണ്ടൻസിലെ കട്ടൂമ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് കേട്ടോ നമുക്ക് പോകാനുള്ളത്. ഇവിടെ ഓസ്ട്രേലിയയിലുള്ളവർക്ക് കുറേ പേർക്ക് അറിയുണ്ടാവും. കട്ടൂമ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. കുറേ ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടാക്കണേ, നെയ്യും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ ബ്രാൻഡ് തന്നെ ഉണ്ട് കട്ടൂമ്പയുടെ. സോ കട്ടൂമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണേ. ആൻഡ് ഇറ്റ്സ് എ വെരി നൈസ് ബ്യൂട്ടിഫുൾ സീനിക് ഡ്രൈവ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഈ പോണ ദിവസം നല്ല വെതറും ആയിരുന്നു കേട്ടോ. ഇവിടെ എത്തി നമ്മൾ കേട്ടോ. ഇങ്ങനത്തെ ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്. നാട്ടിൽ ഗുരുവായൂർ അമ്പലത്തിൽ വന്നൊരു ഓർമ്മ മാതിരി തോന്നാം. മാക്സിമം ഒരു ലോങ് സ്പോട്ടാണ്. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നടക്കാം. ഇവിടെയാണ് സ്ഥലം. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ആൾക്കാരൊക്കെ കണ്ടില്ലേ, ക്യൂ ആണ്, ലൈനിൽ നിന്നിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനത്തെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബസ്സുണ്ട്. നമ്മളിതിൽ ആൾക്കാർ വരണയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇങ്ങനത്തെ കോച്ചസിൻ്റെ ഈ ടൂറിസ്റ്റിൻ്റെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ ബസ്സുകളൊക്കെ ഇങ്ങനെ നിൽക്കണേ. ഇങ്ങനത്തെ വണ്ടിയിൽ ആൾക്കാർ ഹയറൊക്കെ ചെയ്തിട്ട് വലിയ ഗ്രൂപ്പ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിതാ. അത് കണ്ടോ, സീനിക് വേൾഡ് ബ്ലൂ മൗണ്ടൻസ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ് ഇവിടെയാണ് കേട്ടോ സ്ഥലം. അപ്പോൾ ജസ്റ്റ് ഗോയിങ് ദിസ് വേ. ഇവിടാണ് ഈ കാറിൽ വാശി പിടിച്ച് നിർത്തിയിട്ടൊക്കെയാണ് ഇവിടെ എത്തിയത് കേട്ടോ. ബട്ട് വി ആക്ച്വലി കം എ ലിറ്റിൽ ഏർലി. അമ്മ ടയർഡായോ? ചെറുതിൻ്റെ ഓളി കെട്ടിട്ട് ചെവിടൊക്കെ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക വെച്ചാൽ നമുക്ക് ഇവിടെ വന്നിട്ട് സ്റ്റാഫ് ഉണ്ട് ടിക്കറ്റൊക്കെ എടുത്തു തരാൻ. നമ്മുടെ ടൈം ആവാൻ ഒരു 15 മിനിറ്റ്സും കൂടെ വെയിറ്റ് ഉണ്ട്. സോ വി ജസ്റ്റ് ഗോണ വെയിറ്റ് ഹിയർ. പിന്നെ അവിടെ ലൈനപ്പ് ചെയ്തിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഓക്കെ, അതുവരെ നമ്മളിവിടെ കുറച്ച് ഷെയ്ഡഡ് ഏരിയ കണ്ടപ്പോൾ നിന്നതാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ടൈം ടു ലുക്ക് ആൻഡ് അഡ്മയർ ഇവിടെ ഒരു വെജിറ്റേഷൻ, ഗ്രീനറി ആൻഡ് ഓൾ ദാറ്റ്. നല്ല പ്ലസൻറ്റ് കാറ്റ്. സോ വെയിലുണ്ടെങ്കിലും ചൂടെടുക്കണമൊന്നുമില്ല കേട്ടോ. ഡൈനസോർ വാലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ടമ്മ. പടിയിൽ ഇങ്ങനെ കുറേ ഡൈനസോഴ്സിനൊക്കെ ഉണ്ടാക്കി റിയൽ ലൈഫ് മാതിരി ആക്കിയിട്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അത് കാണാൻ പറ്റും. അതല്ലേ, ഈ ഡൈനസോർ ഓക്കെ 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 മൂവിയാണ് ഡൈനസോർ. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് സിഡ്നിയിൽ ഇങ്ങനത്തെ ഒരു ഡൈനസോർ ഫെസ്റ്റിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ അന്നും കുറേ കണ്ടിരുന്നു കേട്ടോ. ചെറുതിന് വലിയ ഇഷ്ടമാണ്. ചെറുതൊരു ഡൈനോസോർ ഫാനാണ് കേട്ടോ, അതിനിഷ്ടാവും. ഇങ്ങനെയാട്ടോ എൻ്റെ ലൈൻ. നമ്മളെ സ്പോട്ടിൻ്റെ സമയം ഓപ്പൺ ആയപ്പോഴാണ് നമ്മളെ വിട്ടിട്ടുള്ളൂ. നമ്മൾ തന്നെ പതുക്കെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ ക്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സാധനമൊക്കെ ചെയ്തിരിക്കണേ. ഇതാട്ടോ എൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ തന്നെ നമുക്ക് കുറച്ച് ആക്ച്വലി ആദ്യം ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കണേ. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോങ് ജേർണി ദിസ് സൈഡ്. and അവിടെ ഇങ്ങനെ ഡൈനോസോഴ്സിനൊക്കെ കാണാനുണ്ട് ഓൾറെഡി. ഗോയിങ് റൗണ്ട് അതാണ് നമ്മുടെ സ്പോട്ട്. വെയിറ്റ് ഹിയർ. ഉള്ളിൽ കയറി വരാൻ പറ്റണ വഴി. അയ്യോ എൻ്റെ അമ്മേ, ആ ചെറുതിനടുത്ത് ആൾക്കാർ അത്ര എളുപ്പമല്ല. ഇവിടെ കുറച്ച് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഡംപ്ലിംഗ് ബാർ ഉണ്ട്. ഹോപ്പ്ഫുള്ളി ദെയർസ് മോർ തിങ്സ് ഇൻസൈഡ് കഴിക്കാൻ. ആൾക്കാർക്ക് ഇങ്ങനെ തണുക്കാൻ വേണ്ടി ഇങ്ങനെ മിസ്റ്റുള്ള എയറൊക്കെ അവിടെ വിടുന്നുണ്ട് കേട്ടോ. വെള്ളമുള്ള ഫാൻ. ഈ ക്യൂ എന്താണോ അത് ടൂർ ഗൈഡ്സൊക്കെ ഉള്ള ഗ്രൂപ്പ്സിനുള്ള ക്യൂ ആ തോന്നുന്നു. യു ഹാവ് ടു ഗോ ഇൻസൈഡ്. നമ്മുടെ ടിക്കറ്റ് കാണിക്കുക. ആൻഡ് ദെൻ ഐ തിങ്ക് യു ക്യാൻ ഗോ. ഇതായിരിക്കും മെയിൻ എൻട്രൻസ്. അതിൻ്റെ അതിൽ കൂടെയാണ് കയറേണ്ടത്. ഒരാൾ വിക്കർസ് കളിക്കാൻ കേട്ടോ. നമ്മൾ ക്യൂവിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ നേരം കൊണ്ടുള്ള കുറേ വിക്കർസുകളാണ്. നമുക്ക് പേടിയില്ല സാഷുമാ? പേടി വാട്ട്? Explain the map to you guys as well. Yes, that'd be great. You want to? She wants one. Okay. നമ്മൾ എടുത്ത ടിക്കറ്റിന് അവിടെ കാണിച്ച അങ്ങനത്തെ ഒരു ബാർ കോഡ് സാധനം നമുക്ക് തന്ന് പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ കെട്ടിക്കും. അതാണ് നമുക്ക് എല്ലായിടത്തും സ്കാൻ ചെയ്യേണ്ടത്. സാഷുവിന് ആക്ച്വലി ആവശ്യമില്ല, പക്ഷെ നമ്മളെല്ലാവരും ഇടുന്ന കണ്ടപ്പോൾ നിർബന്ധം പിടിച്ച് അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഇട്ടാ. So with the map, yeah. This is where you guys are at the moment, the main building, and you have access to all the other rides that just constantly go back and forth. നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയുണ്ട്. ലൂണാർ ന്യൂ ഇയർ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതാണ് മെയിൻ എൻട്രൻസ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ് സണ്ണി. ഓക്കെ, ഇതിൻ്റെ മെയിൻ എൻട്രൻസ് കൂടെ കയറാം കേട്ടോ. നമ്മൾ ഈ റെയിൽവേയിൽ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ദിസ് ഈസ് ദ സ്റ്റീപ്പസ്റ്റ് റെയിൽവേ ഇൻ ദ വേൾഡ്. അപ്പോൾ നമ്മളതിൽ കയറുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കേബിൾ കാർ പോലത്തെ സ്കൈ വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗോ ഓൺ ഓൾ ഓഫ് ദാറ്റ്. സൂപ്പർ എക്സൈറ്റഡ്. ഇതാണ് വാക്ക് വേ. ഇത് കുറച്ച് ആക്ച്വലി നടക്കാണ്ട്, ബട്ട് വുഡ് ഹാവ് ബീൻ റിയലി നൈസ് വിത്ത് ദ റെയിൻ ഫോറസ്റ്റ് തീം ആൻഡ് ഓൾ ഓഫ് ദാറ്റ്.
ബട്ട് ലെറ്റ്സ് സീ, നമ്മളെ കൊണ്ട് നടക്കാനുള്ള ഒരു കണ്ടീഷനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. വിത്ത് അമ്മ ആൻഡ് ചെറുത്. ഇതൊരു ഗിഫ്റ്റ് ഷോപ്പ് പോലെ കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എടുത്തേക്കുന്ന ടിക്കറ്റ്സിൽ നമുക്ക് കേബിൾ വേ, സ്കൈ വാക്ക്, ആ ട്രെയിനും എല്ലാത്തിലും കയറാം അൺലിമിറ്റഡ് ആയിട്ട്. അങ്ങനത്തെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഇറ്റ് വാസ് അറൗണ്ട് $64 per person. അതാണ് ഇവിടുത്തെ ഒരു റേറ്റ്. ഓൺലൈൻ തന്നെയാണ് കേട്ടോ. ഇന്നലെ രാത്രി ഇരുന്നിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇവിടെ ഈ കുട്ടി കാങ്കറൂൻ്റെ അടുത്ത് കൂടെ പോയിട്ട് വേണം ഇവിടുത്തെ ഒരു വെരി ഹിസ്റ്റോറിക് സംഭവമായിട്ടുള്ള ബ്ലൂ മൗണ്ടൻസ് ആൻഡ് 3 sisters കാണാം കേട്ടോ. ഇവിടുന്ന് തന്നെ ആക്ച്വലി നമുക്ക് ക്യൂ കാണാം. നല്ല ക്യൂ ഉണ്ട് ടു ഗോ ടു ദിസ് സ്റ്റീപ്പസ്റ്റ് റെയിൽവേ പറഞ്ഞില്ലേ, അതിനുള്ള ക്യൂ ആണ് ഇത് കേട്ടോ. ഇങ്ങനെ പോയാൽ ബ്ലൂ മൗണ്ടൻ കാണാം. ഒരു മിസ്റ്റി ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതാണ് കേട്ടോ ബ്ലൂ മൗണ്ടൻസ്. അമ്മ നിൽക്കണുണ്ടോ 3 sisters അടുത്ത്. അവിടെ നിന്നും ദൂരെ നോക്കിയാൽ കാണാം. ആ കാണുന്ന ഒരു 3 pointed ആയിട്ടുള്ള മലകളില്ലേ, അതാണ് 3 sisters. ഇവിടെ ഡൈനോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ റെസ്റ്റ് റൂംസും ഭക്ഷണം കഴിക്കാനുള്ള ഒരു കുഞ്ഞ് ഫുഡ് കോർട്ട് പോലത്തെ സ്പേസൊക്കെ എവിടെയാണുള്ളത്. സോ വി ആർ ജസ്റ്റ് ഗോയിങ് ടു ഈറ്റ് സംതിങ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ബൈക്സും പരിപാടികളൊക്കെ കിടക്കാം. താഴെ ഇറങ്ങിയാൽ വേറൊന്നും ഇല്ല. ആക്ച്വലി നല്ല വ്യൂ ഉണ്ട് കേട്ടോ. പറ്റിയ കാണിച്ചു തരാം. നമുക്കിവിടെ ഇരിക്കാൻ ഒരു സ്പോട്ട് ഫൈൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മയും സാനും സുനിലും ചാച്ചൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സൈഡിൽ കൂടെ നിങ്ങൾക്കത് കാണിച്ചു തരാം. സോ ബ്യൂട്ടിഫുൾ. ഇവിടുന്ന് ആ വാലി ശരിക്കും കാണാം കേട്ടോ. ഇങ്ങനെ ഡെപ്തുള്ള വാലിയാണ്. ഇവിടെ ഹൈക്കിങ്ങിനും ഒക്കെ പോവാം. അവിടെ ഒരു ഗ്രൂപ്പ് നിൽക്കണമെങ്കിൽ കാണാൻ തന്നെ ഉണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ കണ്ടോ, അവിടെ ഒരു ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നല്ലൊരു ലുക്ക് ഔട്ട് പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റിച്ചാൽ നല്ല രസമാണ് കേട്ടോ. ആൻഡ് ദെൻ ഇവിടെയാണ് 3 sisters കണ്ടില്ലേ, അതാണ് 3 sisters വാലി. ഓക്കെ, ആ മൗണ്ടൻ ആ ഒരു റേഞ്ച് ഇവിടുന്ന് ഇങ്ങനെ കാണാം. നമ്മൾ ഇപ്പോൾ ആ കേബിൾ കാറിലും ഒക്കെ പോകുമ്പോൾ ഞാൻ കൂടുതൽ കാണിച്ചു തരാം. പക്ഷെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എന്ത് രസമാണ്. നഗറ്റ്സ് ആണ് കേട്ടോ. സാനും സാഷൊക്കെ പറഞ്ഞാണ്. എന്താ സദേൺ ഫ്രൈഡ് ചിക്കൻ്റെ ബർഗറും. ഞാനും അമ്മയും വെജ് ബർഗേഴ്സാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എനിക്ക് കഴിക്കാനുള്ള ഒരു വിശപ്പേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം ഏകദേശം നിങ്ങൾക്ക് അങ്ങനത്തെ ഫുഡ്. അപ്പോൾ വെജിറ്റേറിയൻസ് ഒക്കെ വരാച്ച അങ്ങനത്തെ വീഗൻ ബർഗേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, കഴിച്ചോക്കൊന്നോ. ഓക്കെ ഗൈസ്, സീനിക് റെയിൽവേ അതിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോണത്. ഇത് വഴിയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് നാപ്പി ചേഞ്ച് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. സോ വെരി കൺവീനിയൻറ്റ്. സോ വി ആർ ഓൾ ഗോണ ഗോ നൗ ഓൺ ദ സ്റ്റീപ്പസ്റ്റ് റെയിൽവേ ഇൻ ദ വേൾഡ്. നേരത്തെ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബാർകോഡ് തന്നിരുന്നില്ലേ, അതിവിടെ സ്കാൻ ചെയ്തിട്ടാണ് ചെയ്യുക. ഇവിടെ പറഞ്ഞു പ്രാം എടുക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവിടെ പ്രാം വെക്കണ സ്ഥലത്ത് എന്താ കൊണ്ട് പോയിരിക്കുക കേട്ടോ. ഇവിടെ അങ്ങനെ കൂൾ മിസ്റ്റ് ഇങ്ങനെ വിടുന്നുണ്ട് അവർ ആൾക്കാർക്ക് കൂളിംഗ് ആയിട്ട് നിൽക്കാൻ. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. നമ്മൾ വീണ്ടും ചെല്ലാണ്. എന്താ അങ്ങനെ താങ്ക് യു സ്കാൻ ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണത് കേട്ടോ. എനിക്ക് മിസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. നല്ല സുഖം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ദിവസം റെയിൻ ഫോറസ്റ്റ് കൂടെ നടക്കണ അതില്ല. അപ്പോൾ ഇങ്ങനത്തെ പുകയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ എവിടെ സാച്ചുമ്പോ പോണേ നമ്മള്. ആഹാ ആഹാ, ചെറുതല പിടിക്കാതെ നോക്കാം. പേടിയുണ്ടമ്മോ? ഇല്ലല്ലോ. പേടിയുണ്ടോ സാനോണി? വേപ്പർ പിടിക്കാൻ സാധിച്ചു. എൻ്റെ ഒരു സജഷൻ, നമ്മൾ ചെയ്ത മാതിരി ഫുൾ ടാങ്കായി ഫുഡൊക്കെ അടിച്ച് ബാത്റൂമൊക്കെ പോയി അങ്ങനെ ഇങ്ങോട്ട് വരികയാവും നല്ലത് കേട്ടോ. പക്ഷെ ആ വാലിയിൽ ഇറങ്ങിയാൽ പിന്നെ അവിടെ ഫുഡോ ടോയ്ലറ്റ്സോ ഒന്നുമില്ല. സോ ഇവരെന്നെ നമ്മളോട് അങ്ങനെ ചെയ്തോളാൻ റെക്കമെൻഡ് ചെയ്തു കേട്ടോ. അതൊക്കെ സൗകര്യമല്ലേ. വെയിലത്ത് ആരും കഷ്ടപ്പെടേണ്ട വെച്ചിട്ട് അങ്ങനെ ഷെയ്ഡഡ് ഏരിയയാണ്. അങ്ങനെ കൂൾ മിസ്റ്റും ഇങ്ങനെ ആ മെഷീനിനെ കുഞ്ഞു കുഞ്ഞു ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അത് കൂടെ ഇങ്ങനെ കൂൾ മിസ്റ്റ് വിടുന്നുണ്ട്. സോ വി ആർ നോട്ട് ഫീലിംഗ് വോം അറ്റ് ഓൾ കേട്ടോ. നല്ല സുഖമായിട്ട് പോകാം. നമുക്ക് ഇത്രയും ക്യൂ ഉണ്ട് അങ്ങോട്ട് എത്താനൊക്കെ. ബട്ട് നമുക്ക് അതിൻ്റെ ഡിസ്കംഫർട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്ത് രസമല്ലേ ഇവിടുത്തെ വെജിറ്റേഷൻ. ഒരു പ്രത്യേകതരം വെജിറ്റേഷൻ. ഇറ്റ്സ് ലൈക്ക് പന പോലെ, പക്ഷെ പനയല്ലേ നമ്മൾ. എന്താ സംഭവം? ഫോണോ അങ്ങനത്തെ എന്തോ ഒരു സംഭവം കേട്ടോ. നമുക്ക് ദൂരെ ആക്ച്വലി കാണുമ്പോൾ കടലാണ് തോന്നുന്നു, നീല കളർ കാണുമ്പോൾ ഇവിടുന്ന്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ദാറ്റ് ബ്ലൂ മൗണ്ടൻ്റെ നീല നിറം.
ഇവിടെയുള്ള പിള്ളേരൊക്കെ ഈ മിസ്റ്റിൽ കയറി പിടിക്കുക. കുറേ കഴിയുമ്പോൾ നനയുണ്ട്. തലയുടെ മുകളിലൊക്കെ ലൈക്ക് വെള്ളം ഇങ്ങനെ ഇരുന്നിരുന്നിട്ടേ നനയുന്നുണ്ട്. ഇത് കണ്ട എൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ആ കേബിൾ കാർ വരുന്നത് കാണാനുണ്ട്. നമ്മൾ ആക്ച്വലി അതിലും പോകുന്നുണ്ട്. സോ ആ വാലി കൂടെയാണ് അതിങ്ങനെ വരിക. സോ നമുക്കൊന്ന് ഫുൾ 360 ഡിഗ്രിയിൽ ഇങ്ങനെ വ്യൂ ഒക്കെ കാണാമല്ലോ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ആ സാധനം ഇങ്ങനെ തിരിച്ചു വരുന്നത് കാണാറുണ്ട്. ബാച്ച് ഓഫ് ആൾക്കാരെയും കൊണ്ടിട്ട് നമ്മളിവിടെ എപ്പോഴും ക്യൂല് വെയിറ്റ് ചെയ്യാം കേട്ടോ. അവിടെ പക്ഷെ നിൽക്കുമ്പോൾ നല്ല വ്യൂ കാണാറുണ്ട്. അത് നോക്കൂ, നമുക്ക് ഇവിടുന്ന് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ അവിടെ കുറേ പേര് നിൽക്കണേ. അതിങ്ങനെ കാണാണ്ട് ഇവിടുന്ന് ആ കേബിൾ വേയിൽ ആണ് അങ്ങനെ പോവുക. ആ കേബിൾ കാർ ഇപ്പോൾ നേരത്തെ കാണിച്ചില്ലേ, അതിലാണ് പോവുക. 1945 തുടങ്ങിയ സംഭവം കേട്ടോ. അങ്ങനെയാണ് ഇവിടെ എഴുതി കണ്ടിരുന്നത്. ആ ഹാരി ഹാമനാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ടെക് ട്രാവലി ചാനലിൽ സുജിത് ഭക്തൻ സിഡ്നി വന്നപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് അമ്മ കണ്ടിരുന്നു. അപ്പോൾ അന്നേ അമ്മ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, ഈ സ്ഥലം എപ്പോഴെങ്കിലും കാണുന്നു. സോ റിയലി ഗ്ലാഡ് ദാറ്റ് ഷീ ഈസ് ഏബിൾ ടു മേക്ക് ഇറ്റ് നൗ. ക്യൂ നല്ല കണക്കിനുണ്ട്. ബട്ട് ബിക്കോസ് വി ആർ ഇൻ എ ഷെയ്ഡഡ് ഏരിയ നമുക്ക് അധികം ബുദ്ധിമുട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കഥകളും ഇതിൻ്റെ ഹിസ്റ്ററിയും ഒക്കെ ഇവിടെ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുക. അതൊക്കെ അങ്ങനെ വായിച്ചിട്ട് നമുക്ക് ടൈം കളയാം. ഇതുണ്ടല്ലേ, ഇവരൊക്കെ കൂടിയിട്ടാണ് തോന്നുന്നു കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സംഭവം വേൾഡ് സ്റ്റീപ്പസ്റ്റ് റെയിൽവേ ആണ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യൂസ് ടു ബി എ വർക്കിംഗ് മൈൻ, അതായത് മൈനിലെ ആൾക്കാർക്ക് പോയി വരാനോ ഒക്കെ ഉള്ള സംഭവമായിരുന്നു ഈ ട്രെയിൻ. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിയെന്ന് മാത്രം. 12 പാസഞ്ചേഴ്സ് ഉള്ളൊരു കാറ് ജെഫ്രി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെന്നൊക്കെയാണ് അവിടെ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഈ സാശുമണിയുടെ കച്ചറയും നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാത്ത വികൃതി. ഇവിടെ നിന്നിട്ട് എനിക്ക് ഭംഗി ആസ്വദിച്ച് മതിയാവുന്നില്ല കേട്ടോ. അതിൻ്റെ പാറകളും ആ കാടുകളും അതിൻ്റെ ഫോർമേഷനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ കേബിൾ കാർ പതുക്കെ അങ്ങനെ വരുന്നുണ്ട്. സാഷ് ഇവിടെ അതിനാണ് വാശി പിടിക്കുന്നത്. അതായത് അവൾക്ക് അതിനകത്ത് കയറണം. പക്ഷെ ആദ്യം നമ്മൾ ട്രെയിനിലാണ് പോണത്. അപ്പം ഇങ്ങനെ വരാം, നമുക്കെല്ലാ കാഴ്ചയും സൈഡിൽ കൂടെ കണ്ട്. ആയിരിക്കോ സാഷുവിനോട് അതിന് ഭയം പറയുന്നുണ്ട്. അവിടെ തലയുടെ മുളക്കൂടെയാണ് കേട്ടോ അത് പോണേ. അടിപൊളി. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെയാണ് കേട്ടോ വെയിറ്റ് ചെയ്യണ്ടേ. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കണക്കിന് നിൽക്കണം. ഇതിപ്പോൾ ഓരോരുത്തരായിട്ട് കയറിയതിന് ശേഷമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇറങ്ങി ഐ തിങ്ക് 4 പേർക്കാണോ അപ്പോൾ ഒരെണ്ണത്തിൽ ഇരിക്കാൻ പറ്റുക? ഇല്ല, ഇതില് ഇങ്ങനെ 4 ആൾക്കാർക്ക്. This is one carriage. Yeah, okay. 1, 2, 3, 4, 5 rows I think. Yeah, okay. അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞാനിട്ട സംഭവം ഇപ്പോൾ താത്തിന് വേണമെങ്കിൽ കുറേ പേരെ കൊണ്ടുവന്നിട്ടാണ്. എന്നുള്ള കുറേ ടൂറിസ്റ്റ് ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി എന്നിട്ട് ഈ ഗേറ്റ്സ് തുറക്കും. അപ്പോൾ ഈ ബാച്ചിന് കയറാം. പിന്നെ വേണം നമ്മുടെ ഈ സെക്ഷനിൽ ആൾക്കാർക്ക് നെക്സ്റ്റ് ടേണിൽ പോകാൻ. അങ്ങനെ ഇരിക്കും. അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഈ വ്യൂ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇങ്ങനെയാണ് താത്തോട്ട് പോവാട്ടോ. ആ പോണ പോക്ക് കണ്ട് ചെറുതായിട്ടൊന്നും ഒരാൾ പേടിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണാടൊക്കെ എടുത്തേക്കാ. സാനുവിനും സ്ലൈറ്റ് ആയിട്ടൊരു പേടി. എടാ റോളർ കോസ്റ്റർ മാതിരി ഒന്നും അല്ല. ഇതിന് മുമ്പ് ഞാൻ പോയിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് ക്വൈറ്റ് സ്റ്റീപ്പ് ബട്ട് ഇറ്റ്സ് ഓക്കെ. നീ പേടിക്കുന്ന വേണ്ട കേട്ടോ. അത് അവര് കുഞ്ഞു പിള്ളേര് റോളർ കോസ്റ്റർ പോവാത്ത പിള്ളേരാണ്. അമ്മ അറിയാ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചു. ഇവിടെ അവര് നമുക്ക് ഷെയ്ഡ് ഇട്ടുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ആ മിസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്ലൂ മൗണ്ടൻസ് ഓസ്ട്രേലിയ സീനിക് റെയിൽവേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ല. അമ്മ ഓസ്ട്രേലിയ വന്നിട്ടുണ്ട് അല്ലേ? നീ പേടിക്കണ്ടാ. ചെറുതിന് പേടിയൊന്നുമില്ല കേട്ടോ. അതിന് പേടിയില്ല. നമ്മളിതേപോലെ കയറാൻ പോവാണ്. നമ്മുടെ ടേൺ ആയിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ നമ്മള് പതുക്കെ നമ്മുടെ ഈ ഗ്യാങ് ഒക്കെ പതുക്കെ കയറട്ടെ. ഇതാണ് കേട്ടോ. നമുക്ക് ആയിക്കോളൂ അമ്മ. The doors are closing. Yeah, we're going, Sashu. Am I ready? We're going.
ആ മുളകി നോക്ക്. ഫസ്റ്റ് ഒരു ഡിപ്പ് ഇല്ലതാ, നോർമൽ ആവും. എടാ അമ്മയ്ക്ക് ഒരു പേടിയല്ല, അമ്മയ്ക്ക് ഒക്കെ ആയിരുന്നില്ലേ? അമ്മ ഉള്ള ബസ്സിൽ പോകാനാണ് പിടിച്ചിരിക്കുന്നത്. ഇതിങ്ങനെയാണ് കാണുന്നത്. മുകളിൽ താഴെ അത് കാണുന്നത്. നല്ല വ്യൂ, നല്ല വ്യൂ. ഓ അടിപൊളി. Ashu, watch it. So cool. There you go. We're going to the dinosaur valley. അമ്മ ഓക്കെ അല്ലേ? പേടിച്ചില്ലല്ലോ? ഓക്കെ, നമ്മളിവിടെ ഇറങ്ങി. ഇവിടെ നോക്കുക, എന്ത് രസമാണ് വ്യൂ. ആ മല അവിടെയൊക്കെ മുകളിലാണ് കേട്ടോ. ഓ സോ ബ്യൂട്ടിഫുൾ. കണ്ടമ്മാ ഇതെങ്ങനെ? ആ നല്ല വ്യൂ കേട്ടോ, എന്താ രസം, അടിപൊളി. ഹയർ യു ഗോ ദ മോർ ദ വ്യൂ ലുക്സ് നൈസ്. ആ ഒരു വാലി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വാക്കാണ് കേട്ടോ. അത്ര വലിയ സുഖമൊന്നുമില്ല, കാരണം ചെറുതൊക്കത്തുനിന്ന് മാറണില്ല. ആ ഇവിടെ എഴുതിയിട്ടുണ്ട് കേബിൾ വേ എങ്ങടാണ്, വാക്ക് വേ എങ്ങടാണ്, നാഷണൽ പാർക്ക്. ഇതാണ് ആ ഹോൾ സംഭവം. ഓ ശരി ശരി. വെൽക്കം ടു ആ റീജനറേറ്റഡ് കോൾ മൈനിങ് സൈറ്റ്. ആ അതെനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. കോൾ മൈനിങ് ചെയ്തിരുന്ന കാലത്തെ മാതിരി അവർ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അമ്മ അന്തം വിട്ടമ്മ, ഇതിന്റെ സ്റ്റീപ്പായിട്ട് വന്നത് കണ്ടിട്ട്. ഇവിടെ നോക്കുമ്പോഴാണ് നമ്മൾ ഏത് വഴി കൂടെയാണ് വന്നതെന്ന് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് സ്റ്റീപ്പ്. ഇതുവരെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇതെന്തൊരു കച്ചറ. ആ എന്താ അത് തിരിച്ചു പോണതമ്മ, അവിടുന്ന് വേറെ ഒരെണ്ണുണ്ട് വിച്ച് ഗോസ് അപ്പ്. അപ്പൊ പണ്ട് ഇവിടെ കോൾ മൈനിങ് ഒക്കെ ചെയ്തിരുന്നപ്പോ ആൾക്കാര് താത്തയ്ക്ക് വരും, സാധനം കയറ്റാ കൊണ്ടുപോവാ. അതിനായിരുന്നു ഇത്. ഇവിടുന്ന് നിന്നാ അവൾ എങ്ങനെയാ വന്നേന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇതാ വരുന്ന ഒരു ട്രെയിൻ. ആയി വാ. ഈ കുടുംബം കാടിന്റെ എന്താണ് ഈ കാടിന്റെ ഉള്ളിലാണ് ഇവര്. എന്റെ ദൈവമേ, എൽസ ദാ നിക്കണു, എൽസയും ആനയും. ഇവിടെയാണ് ഡൈനോസോർ വാലി. 3 minutes എൻട്രി എന്നാണ് കാണിച്ചിരിക്കണേ. തണുപ്പ് ഇവിടെ വരുമ്പോലമ്മ ഒരു പ്രത്യേക രസമാണ് ഇവിടെ. ഇത് കണ്ടോ, പണ്ട് കോളൊക്കെ കൊണ്ടുവരുന്ന ആ സാധനമാണത്. ഓ ശരി, ഐസ്ക്രീം ആ വണ്ടിയോടെ വാങ്ങിത്തരാം പോരെ. എൻ്റെ ദൈവമേ, ഈ കടാവ് ഉണ്ടാതിരിക്കാൻ. ആ അത് കണ്ടു, ഇങ്ങനെയാണ് കേട്ടോ അവർ കോൾ മൈൻസ് എന്നൊക്കെ കോൾ എടുത്തിട്ട് ഇതിലെടുത്തിട്ടായിരുന്നു ആ ട്രെയിനും കയറി പോയിരുന്നമ്മ. അമ്മ അവിടുന്ന് ചെടിയുടെ വല്ല തണ്ട് കിട്ടും കണക്കാം. വീട്ടിൽ പോയിട്ട് കുറച്ച് റെയിൻ ഫോറസ്റ്റ് നട്ടിടാം. എന്ത് രസമറിയോ, ഇറ്റ്സ് വെരി കൂൾ. ഇവിടെ തണുപ്പാണ് തോന്നുന്നത് ആക്ച്വലി, തണുത്ത കാറ്റും ഈ ഫേൺസും ഇങ്ങനത്തെ ചെടികളുടെ ഇടയിൽ. എന്നാലും ഇവിടെ ഒരു ചെറിയ ഐസ്ക്രീം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഞാൻ വന്നപ്പോൾ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു, അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. കണ്ടോ, വെന്റിലേഷൻ ഫേണസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാനുണ്ട്. കോൾ മൈൻ്റെ ആ ഒരു ഫേണസ് ഒക്കെ ഇതിൻ്റെ അടിയിലായിരിക്കും. അപ്പം നമുക്ക് അവിടെ പോയി കാണാം. അതുവരെ നമ്മളവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കപ്പിൾ ഓഫ് ഫ്ലേവേഴ്സേ ഉള്ളൂ. കോണും ആ കിട്ടൂ, വെള്ളം അങ്ങനത്തെ കുറച്ച് സാധനമുണ്ട്. ഐസ്ക്രീം ഇപ്പം വരും കേട്ടോ. കുതിരേനെയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആടാ ഈ പണിക്കാരൊക്കെ കണ്ടോ. സാൻമണി കോളാണത്. ആ സുള്ളു പറയാ, ഐസ്ക്രീം കിട്ടിയപ്പോഴാണ് സാശുന്ന് തണുത്ത ചൂട് സ്വഭാവം. ഓക്കെ, ഇവിടെ കണ്ടു സാഷിമ ആൻഡ് സാനുട്ട. ഇങ്ങനെ അവർ കൊണ്ടുവരുന്നത് കോള് കണ്ടോ. ഇങ്ങനെ ഒരു കുതിരയുടെ മുകളിൽ കോള് കൊണ്ടുപോയി ആ ട്രെയിനിൽ കൊണ്ടുപോയിരുന്നു പണ്ടത്തെ കാലത്ത്. എന്ത് രസം. അവിടെ കൊട്ടുമ്പ കോൾ മൈൻ കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നു കൊട്ടുമ്പ കോൾ മൈൻ. അമ്മ 1878 സാധനം. എന്ത് രസമല്ലേ, മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചത്. എന്ത് രസാ, പ്രത്യേക ഭംഗി. അവിടുത്തെ റോക്സും ആ വെതറും ആ ചെടിയും. എൻ്റെ ഉള്ളിലായിരുന്നു കളിക്കണ്ട എല്ലാവരും. അമ്മ എനിക്ക് ഇത് കാണുമ്പോ മഞ്ഞുമേൽ ബോയ്സ് ഓർമ്മ വരുന്നു. അവിടെ ഡേഞ്ചർ എന്നൊക്കെ കണ്ടു, അവിടെ പോകരുത് എന്നൊക്കെ കണ്ടപ്പോ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമോ. ചെറിയൊരു ലൈറ്റൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവിടെ അവര് കണ്ടാവും, ഒരു മനുഷ്യന്മാരെ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണു. ജസ്റ്റ് ടു ഷോ അസ്. അങ്ങനെയാണ് പണിയൊക്കെ ചെയ്തിരുന്നതന്നെ. കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, മേ ബി ഫോർ ലൈക്ക് യു നോ മെയിൻ്റനൻസ് പർപ്പസസിനൊക്കെ.
This is really amazing. നമ്മൾ എത്ര താഴെ അറിയാമോ നിൽക്കണേ? നമ്മളൊരു വാലിയുടെ വളരെ വളരെ താഴെയാണ് നിൽക്കണത്. അമ്മ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വെരി ബ്യൂട്ടിഫുൾ. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഗ്ലാഡ് ഷി കുഡ് കം ഹിയർ. ഇങ്ങനെയൊക്കെ വലിയ ഇഷ്ടമാവും. നമുക്ക് മിക്കവർക്കും ഇങ്ങനത്തെ ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ കുറച്ച് നേച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഓസ്ട്രേലിയയിൽ പൊതുവേ അങ്ങനത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാ വെച്ചാൽ ഐ ഫീൽ ലൈക്ക് യു നോ വി ആർ ലക്കി. ബിക്കോസ് എത്ര പേര് ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് ഇവിടെ വന്ന് താമസിച്ചതൊക്കെ കാണാൻ വരുന്നു. നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, വലിയ കാര്യം. ഓക്കെ, പുതിയൊരു സംഭവം അങ്ങോട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ റെയിൻ ഫോറസ്റ്റ് വാക്കൊക്കെ ഉണ്ട് കേട്ടോ. ബട്ട് നമ്മുടെ ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് വേറൊരു സാധനം കൂടി ഉണ്ട്, ഡൈനോസോർ വാലി എന്ന് പറഞ്ഞിട്ട്. താഴത്തേക്ക് ഇറങ്ങി പോകണം അതിന്. അപ്പോൾ താഴെ പോയിട്ട് എന്തോ ആണ് സംഭവം. വരണോ ടോയ്ലറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ നമ്മൾ കാണിച്ചെന്നില്ലേ, അവിടെ നിന്ന് തന്നെ പോയിട്ട് വേണം ഇറങ്ങാൻ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് എത്തിക്കിട്ടാവുന്ന സ്ഥലങ്ങളാണ് അതൊന്നും. അമ്മ ഈ ഫോറസ്റ്റ് നിറയെ കാടാണല്ലോ. ഞാൻ കേട്ടോ ഡൈനോസോർ വാലി. അമ്മയ്ക്ക് പോകാൻ തോന്നുന്നില്ല ഡൈനോസോറിനെയും കാണാൻ. അമ്മയ്ക്ക് ഈ കാടും റെയിൻ ഫോറസ്റ്റൊക്കെ എൻജോയ് ചെയ്തിട്ട് മതിയായിട്ടില്ല. കാണേണ്ട ഭംഗിയാന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ഇറ്റ്സ് റിയലി പ്രിറ്റി ഹിയർ. എൻ്റെ അമ്മ വേരിയല്ലേ. ഇങ്ങനത്തെ റെയിൻ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണവർക്കൊക്കെ വേണ്ടി മിനമുറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറെ നാഷണൽ പാർക്കുണ്ട്. ലൈക്ക് റെയിൻ ഫോറസ്റ്റ് ആണ്. അവിടെയും ഇതേമാതിരി തന്നെ കേട്ടോ. ആൻഡ് എന്ത് സുഖത്തിനാണ് അവരിങ്ങനത്തെ കണ്ടു. ഇങ്ങനെ വഴിക്ക് വീഴാതിരിക്കാനൊക്കെ ഉള്ള സാധനങ്ങളും പിടിക്കാനുള്ള വഴിയും. അപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ സേഫായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റിയ സ്ഥലം. നമുക്ക് പ്രിയദർശൻ്റെ ഒരു സിനിമ എടുക്കാൻ പറ്റിയ ലൊക്കേഷനിൽ ആളെ ഉറങ്ങാൻ കിടന്നിക്കുക. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴേ കിഴക്കുതിക്കും മണിക്കെത്തുമ്പോഴേക്ക് ഞങ്ങൾ കാട്ടിക്കൂടെ നടന്ന് ഈ ഡൈനോസോർ വാലിയുടെ സംഭവത്തിലെത്തി. അൺഫോർച്ചുനേറ്റ്ലി ആ നേരം നോക്കി സാക്ഷ്യമോ ഉറങ്ങി. അല്ലെങ്കിൽ അവൾക്ക് വലിയ ഇഷ്ടമാണ് അതൊക്കെ. നമുക്കിത് ഇഷ്ടപ്പെട്ടിരിക്കണോ? ഉണ്ടോ അതിൻ്റെ എന്തോ റൂട്ടാട്ടോ അതൊക്കെ. വലിയൊരു യൂക്കാലിപ്റ്റസിനെ കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക്. അതിൻ്റെ ഒരു തണ്ട് കിട്ടിയിരുന്നെങ്കിൽ തൃശ്ശൂർ കൊണ്ട് നടായിരുന്നല്ലോ അമ്മ. എൻ്റെ മോൾവശം കാണാൻ തന്നെ ഇല്ല. 2006 ഒരു മെഷർ ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ 111 years old ആണ് ഇത്ര ഇതിന്. അപ്പോൾ അത്രയ്ക്കും പഴയ ഒരു മരമാണ്. കാലിപ്റ്റസിൻ്റെ വിരൽ കിട്ടിയിട്ടുണ്ടാവും എനിക്ക്. കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ കാണാണ്ട് എന്ത് വലുതാ. 206 years old അത്ര. അത് നമ്മുടെ നടത്താൻ ഇനി തീർന്നിട്ടില്ല കേട്ടോ. നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഓരോ ഇലകളൊക്കെ പൊട്ടിച്ചിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇമിഗ്രേഷൻ അറിയണ്ട. അമ്മ അവിടുന്ന് ഇവിടുത്തെ പ്രകൃതി രമണീയമായ സാധനമൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഇന്ത്യയിൽ ഇട്ട് കൊണ്ടുപോകാം. ആർച്ച് പോലെ ആയിരിക്കണം ഇതിൻ്റെയൊക്കെ ഈ റൂട്ടോ. അങ്ങാണ്ടൊക്കെയോ വള്ളിയും പുള്ളിയും ഒക്കെ വളർന്ന് അവിടെ ഒരു കുട്ടി ഡൈനോസർ. അയ്യോ സാശുവിന് ഇത് ഇഷ്ടപ്പെട്ടേനെ കേട്ടോ. അവൾ ഉറങ്ങിപ്പോയി, കഷ്ടമായി. ഇത് ശരിക്കും എൻ്റെ നടുക്കിൽ ഇങ്ങനെ ഒരെണ്ണം വന്ന് നിൽക്കണു. അതൊരു കുറച്ച് അനാവശ്യമായിട്ട് തലാട്ടുണ്ട്, എന്നാലും സാരമില്ല. When you come down, Welcome back. Thank you so much. And I thought I would freak out. It always happens. Did you see a bunch of Oh, do you feel bad? You want to give him a little pat now? Oh, maybe not. സാക്ഷിമ നല്ല ഉറക്കാട്ടോ. ഡൈനോസോഴ്സിൻ്റെ ഒക്കെ കുറച്ച് എക്സിബിറ്റ്സ് പോലെ ഇന്നെങ്ങാണ്ടൊക്കെ. ഓ ഇതെൻ്റെ കാലം ഉണ്ടമ്മ. അങ്ങനത്തെയൊക്കെ കുറച്ചുകൂടെ ഒരു ചെറിയൊരു ഹട്ട് പോലത്തെ സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാനുമണി എന്താ സാനുമണി ആ ഡൈനോസോർ നീല കളറ്? ബ്ലൂബെറിയോ? Blueberry dinosaur. It's actually blueberry dinosaur. Ornitholestes. Oh, is that what it's called? Ornitholestes. അവിടെ ആ ബേബി ഡൈനോസോറിന്റെ ഉള്ളിൽ ഞാൻ കൈയിട്ടപ്പോൾ ഞാൻ പേടിച്ചു സാനുമണി. ഓഹോ ഇവിടെ ഉണ്ടല്ലോ. അയ്യോ പാ സാശുവിന് ഇഷ്ടമായി തന്നെ. ഇത് കറക്റ്റ് ലൊക്കേഷൻ ആണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കാൻ. ഇതൊക്കെ അനങ്ങുണ്ട് കേട്ടോ. അവരുടെ വാലാട്ടണോ അമ്മ. പക്ഷെ എന്ത് രസമായി മരങ്ങളല്ലേ. എന്തോ വെരി നൈസ്. എന്താ ആനുവിനത് കണ്ട് ചെറിയവരാ. എന്താണ് എന്നെ മുഖം അങ്ങനെ? അങ്ങനെ സാനു പറയാം അവളുടെ ക്ലാസ്മേറ്റ് ഏതോ ഒരു കുട്ടിയുടെ ചായന്റെ ഇത്ര എന്ത് സാധനം അവള്. സാനു
This dinosaur's got dark circles. ഒരു കാട്ടിൽ നമ്മൾ ജീവിച്ചൊരു എക്സ്പീരിയൻസ് ആയല്ലോ അമ്മ, വിത്ത് ഡൈനസോർ. അവിടെയൊക്കെ ഉണ്ട്. എടുത്തു. ആ വലുതൊരെണ്ണം. അടിപൊളി. ചിലപ്പോൾ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി പോയിട്ടോ. ഇത് കളിക്കണ്ടേ, എന്താണ് വലുതാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ചെയ്ത് വെക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇത് പ്രോപ്പർ കാട്. ഫീൽസ് വെരി റിയലിസ്റ്റിക് ബിക്കോസ് ഓഫ് ദാറ്റ്. ആണ് ഇത്ര ടൂറിസ്റ്റും ഉണ്ട് ഇവിടെ. ആൽഗയാണ് അത് തൊട്ടോക്കാട്. ഇറ്റ്സ് ക്വൈറ്റ് നൈസ് ടു ഫീൽ. അതൊരു തണുപ്പുണ്ട്, വെൽവെറ്റി ടച്ച് ഇതിന്. ഈ പാറയിലൊക്കെ ഇങ്ങനെ മോസൊക്കെ വളർന്നിരിക്കുകയാണ്. ഇങ്ങനെ നനവുള്ള ഒരു സ്ഥലമല്ലേ. തണുത്ത് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കാം അമ്മ. സാനും സുനിലൊക്കെ ഓൾറെഡി കയറി പോയിരിക്കുകയാണ്. അവിടേക്കായിരിക്കും അമ്മ, ആ വഴിയായിരിക്കും. ഓക്കെ, അവിടെയാണ് നമ്മുടെ കേബിൾ കാറൊക്കെ ഉള്ളത്. സോ സുനിലും സാനൊക്കെ ഈ വാക്ട് ഹെഡ്. ഞാൻ അമ്മയ്ക്ക് കിടപ്പുണ്ടാവുന്നു, പക്ഷെ അമ്മ ഒരു 2 കൊല്ലം മുന്നേ ശബരിമല പോയ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ മല മുഴുവൻ കയറിയത് കേട്ടോ. നമ്മളിനി പോകുമ്പോൾ ആ കേബിൾ കാറിലേക്കാണ്. അതിൻ്റെ ടിക്കറ്റിൽ അതും കൂടെ ഉണ്ടല്ലോ. ആ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ പോകാൻ പോണേ. വരുന്ന സംഭവം. ഫ്രണ്ടിൽ നല്ല വ്യൂ കിട്ടും. Now feel free to listen or ignore me on this trip. I do actually get paid either way here, thank goodness. And here we have the first thing at the top of my list I'd love you all to come have a look at. It's out the front of the cabin. Wow! You couldn't see a single thing this morning, but now we have one of the most beautiful spotlights over onto the falls out there. Now it's over 200 metres tall, it's a 2-tier waterfall, and it has never ran dry in all recorded history. These 3 sisters to the right out there. 1, 2, 3. 1, 2, 3. Ichi-ni-san. I spy fly. That's a winner. And coming up out the very front of the cabin, the slowly sandstone pillars, my favourite thing to talk about here at Scenic World. Its name is Orphan Rock. It's got an epic history. Up the top there's all those hand railings as well as that staircase on the left. And we've also got those 2 big holes through the centre. Now Orphan Rock here opened in 1933 as one of the first ever lookouts. We went to go see the 3 sisters. Now as you can imagine, we didn't have the technology for these cabins, so that would be your walk up the top for this beautiful. And my experience so far. You had fun, Kanya? Yeah. What did you like the most? Not the railway. Railway was also fun. Wasn't that fast? ഈ സീനിക് കേബിൾ വേയും സ്കൈ വേയും പേര് നമ്മൾ തെറ്റിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ സ്ഥാനത്തിൽ വീണ്ടും കയറാൻ നിൽക്കുമായിരുന്നു. ഭാഗ്യം നമ്മൾ അധികം ക്യൂട് നിൽക്കേണ്ടി വന്നില്ല. 2 മിനിറ്റിൽ സുനിലിൽ കത്തി. വേറെ എന്താ റോങ് ക്യൂ, അതിലേക്ക് എല്ലാം അങ്ങ് പോകണ്ടേ. വേറെ സ്ഥലത്താണ് ഈ സീനിക് കേബിൾ വേ ഉള്ളത്. നമ്മൾ ആ കേബിൾ വേ ഓൾറെഡി കയറിയതാണ്. സീനിക് വേൾഡിലത്തെ സീനിക് കേബിൾ വേ. എന്താ ഇപ്പോൾ നമ്മൾ ഈ പോകാൻ പോണത്? സീനിക് കേബിൾ വേ. ഓക്കെ, ബസ് മറ്റേതും കേബിൾ വേ ആണ്. സ്കൈ വേ. അതാണ് നമുക്ക് തെറ്റിയത്. 2 പേരും ഒരുപോലെ ഉണ്ട്. 1/2 മണിക്കൂർ വെയിറ്റ് ടൈം ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞിരിക്കണേ. സോ വി ഗോണ ഗോ അപ്പ് ഹിയർ ആൻഡ് സ്റ്റാർട്ട് വെയിറ്റിംഗ്. ചെടി നോക്കാമോ? ചെടികളാണ് ഒരു വീക്ക്നെസ്. ക്ഷീണമായോ? നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ റൈഡ് വരുന്നുണ്ട്. ഇത് നിറച്ച ആൾക്കാരാണ്. അപ്പോൾ ഇതിലത്തെ ആൾക്കാർ ഇറങ്ങുക ആൻഡ് നമ്മൾ കയറുക. പെണ്ണ് ഇപ്പോഴും ഉറക്കാണ് കേട്ടോ. കുറേ നേരം പിടിച്ച് നടക്കുന്നു. നമ്മളവിടെ റൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മളാണ് ഫസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫൺ സ്പോട്ട്സ് കിട്ടും. ഓക്കെ, നമ്മൾ കയറിയുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് ആക്ച്വലി നമുക്ക് ഗ്ലാസ്സിൽ അടിയിലേക്കുള്ള വ്യൂവും കൂടെ കിട്ടും കേട്ടോ. ഷാമയ്ക്കും സാനുവിനൊക്കെ മുന്നിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല വ്യൂ ഇവിടുന്ന് കിട്ടും. ഫുള്ളാണ് കേട്ടോ. നമ്മളെല്ലാരും Oh, this is amazing, guys. Oh God, the valley in the morning. It's rainbow. It's rainbow. It's rainbow. shadow ഉണ്ട്. റെയിൻബോ ഉണ്ട്. റെയിൻബോ ഉണ്ട്. Beautiful doll. This is so amazing, guys.
there's actually these light boxes, they light up this area at നമ്മുടെ night, ഷാഡോ ആണ് കേട്ടോ including കേബിൾ up കാറിന്റെ. the Three Sisters and the waterfall. അവിടെ So if you have your after dark and over there, Three you Sisters can കാണാൻ check out പറ്റുക. the sites which are, that happens at about 8 Three p.m. Sisters because that's ceremony. when the sun's വെള്ളം കണ്ടോ If you want to have a look down, 270 meters is the vertical distance down to the valley floor. Over a walkway. The walkway underneath us is called the Prince Henry Cliff Walk. It will take you all the way from Scenic World all the way down to Wentworth Falls. ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. 15 മിനിറ്റ്സിന്റെ ഒരു വാക്കിൽ നമുക്ക് ഈ പ്രിൻസ് ഹെൻറി ക്ലിഫ് ഒക്കെ കാണാം. ആൻഡ് ദർസ് എ ബിറ്റ് ഓഫ് വാട്ടർ ദേർ ടു സീ. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളിൽ ഈ കട്ടുമ്പ ഫാൾസ് റിസർവ് ഒരു 15 മിനിറ്റ് ഈസി വാക്കാണ്. കിട്ടലും ബ്യൂട്ടോ പറയാൻ പറ്റുന്നില്ല, എന്തൊരു ഭംഗിയാണ്. സോ വി ഡിസൈഡഡ് അമ്മയ്ക്കും ഓക്കെയാണ് 15 മിനിറ്റ് വാക്ക് ആയതുകൊണ്ട്. ഇവിടുത്തെ ഫ്രീ ബസ്സും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് നടക്കണ്ട, നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ കേബിളുകൾ നമ്മൾ വന്നില്ലേ, എന്തൊന്നും ഒരു കേബിള്, ആ സാധനം നമ്മൾ വന്ന സാധനം അതിൽ തന്നെ തിരിച്ചും പോവാം. അല്ലെങ്കിൽ ഫ്രീ ഷട്ടിൽ ബസ്സും ഉണ്ട്. ഇവർ ഇവിടുന്ന് പിക്ക് ചെയ്ത് നമ്മൾ ആദ്യം വന്ന് പാർക്ക് ചെയ്തില്ലേ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത മെയിൻ എൻട്രൻസ് അല്ലേ, അവിടത്തേക്ക് ഒരു ഫ്രീ ഷട്ടിൽ ബസ്സും ഉണ്ട് കേട്ടോ. സോ ഇറ്റ്സ് ആ ചോയ്സ് വാട്ട് വി വോണ്ട് ടു ഡു. വി തോട്ട് ലെറ്റ്സ് ജസ്റ്റ് ഗോ സീ ദിസ് റിസർവ് ആസ് വെൽ. ഏതായാലും നല്ല ബ്രൈറ്റ് ഡേ ആണ്. സാഷു നീഡ് ടു, ദാറ്റ് സ്റ്റിൽ ഇറ്റ്സ് എ 15 മിനിറ്റ് വാക്ക്. ഈസി വാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നതും. അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഓക്കെ. അമ്മയ്ക്കും അത് കാണാനാണ് കേട്ടോ പോണത്. വാട്ടർഫാള് കാണാൻ പോവാട്ടോ. നമ്മൾ ഏതായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ പിടിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട് നമുക്ക്. അതർവൈസ് ഇറ്റ്സ് ലൈക്ക് ബ്രോഡ് സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ്. നല്ല രസമുണ്ട് ആ വാട്ടർഫാള്. കുറേ പേര് വെള്ളത്തിലൊക്കെ ചാടി കളിക്കണം കണ്ട. കണ്ട, ദാറ്റ്സ് സോ ഗുഡ്. ഗൈസ്, നമ്മൾ എത്തിയത് എവിടെയാണ് നോക്കൂ. സച്ച് എ ബ്യൂട്ടിഫുൾ സ്പോട്ട്. കുറേ പേര് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നൈസ് ലിറ്റിൽ വാട്ടർഫാൾ. അമ്മയ്ക്ക് അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മ അവിടെ ഇരിക്കുകയാണ്. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് കാണാം. കാണി മാത്രം അവിടെ കുറച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ചെറുതിറങ്ങിയ റിസ്ക്കാണ്, അതുകൊണ്ട് നമ്മൾ പിന്നെ ചെറുതിനായിട്ട് ഇറക്കണില്ല. ബ്യൂട്ടിഫുൾ. തിരിച്ച് കയറുമ്പോഴുള്ള കുറച്ചൊരു സ്റ്റീപ്പാണ് സംഭവം. നിർത്തി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇപ്പം അമ്മ കയറണേ. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചെടി കണ്ടിട്ട് അങ്ങോട്ട് ഓടുന്നുണ്ട്. അമ്മ എന്താണ് അവിടെ, എന്താ ഒരു സന്യാസിക്കല്ലൊരു പരിപാടി? വഴുക്കൂട്ടോ വേണ്ടേ? അവിടെ എന്തോ അരുവി കണ്ട് ആ വെള്ളം പോയി മുഖത്തൊക്കെ ഒഴിച്ചിട്ട് വരുന്ന ഒരാള്. ഗംഗയിലത്തെ വെള്ളമൊന്നല്ലോ. ഓക്കെ, നമ്മൾ ഈ കയറ്റൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ബസ്സിലും പോവാം, അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ബി നൈസ് ആ കേബിൾ കാറിൽ തന്നെ പോവാച്ചാ നമുക്ക് അതർ സൈഡ് ഓഫ് ദ വ്യൂ കൂടെ കാണാൻ പറ്റും. ഇവിടെ കുറച്ചും കൂടെ നടന്നാൽ അവിടെ ഒരു റിസർവ് ഉണ്ട് കേട്ടോ. എന്നോട് ഇഷ്ടംമാതിരി കോക്കാട്ടൂസൊക്കെ ഉണ്ട്. ആൾക്കാരുടെ ഫുഡൊക്കെ കയ്യിൽ നിന്ന് വന്നെടുത്ത് കഴിച്ചിട്ട് പോകണം കേട്ടോ. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ട്. ഈസ് ബ്രീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ട്രീസ്, വെരി ക്ലോസ് വിത്ത് നേച്ചർ. നമുക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ അനങ്ങാണ്ട് അവിടെ പ്രകൃതി രമണീയം ആസ്വദിച്ച് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ വാട്ടർഫാളിനൊക്കെ ഇറങ്ങി ബാക്ക് നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. കുറേ നേരമായി. ഐ തിങ്ക് രാവിലെ ഇറങ്ങിയതല്ല നമ്മൾ. അമ്മയ്ക്കിനി ടയർഡാവണ്ട. സോ ഇവൻ ദോ ദ വെദർ ഇസ് ക്വൈറ്റ് നൈസ്. കുറച്ച് സ്ലൈറ്റ്ലി ഓവർകാസ്റ്റ്, ബ്യൂട്ടിഫുൾ വെദർ, 24 degrees, അമേസിങ് വെദർ കേട്ടോ. നമ്മളിന്ന് കറക്റ്റ് ദിവസം, എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം നമുക്ക് ഫ്ലൂവും ചുമയും ഒക്കെ ആയിട്ട് വരാൻ പറ്റാഞ്ഞത് ഇന്ന് നല്ല കറക്റ്റ് വെതറിൽ വരാനാണമ്മ. അതാണ്, അത് ദൈവം ഇന്നാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ യോഗം വിധിച്ചിരുന്നത്. സോ ഐ തിങ്ക് വി കെയിം ഓൺ ദ റൈറ്റ് ഡേ. ദാ ഇവള് പിന്നെ വൺസ് എ കച്ചറ ഓൾവേസ് എ കച്ചറ. കാടും മലയൊക്കെ കയറി അമ്മ ഭയങ്കര അഡ്വഞ്ചർ ആയിരിക്കണു. സാശുവിനൊക്കെ എടുത്തിട്ടാണ് കയറിയോണ്ടിരിക്കണത് ഇപ്പൊ. ഭംഗിയില്ലേ സോവനിയറായിട്ട് നോക്കും നമ്മുടെ അടുത്ത്. സോ ബ്യൂട്ടിഫുൾ. ഈ സൈഡിൽ നിന്ന് ചെറിയ ഉണങ്ങിയ ചെടികൾ കേട്ടോ. ചന്ദ്ര ഭംഗിയ. തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഈ കേബിളിൽ തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. നേരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ നല്ല വ്യൂ എല്ലാം കാണാം. നമ്മുടെ ഈ സെൻറ്ററിൽ ഇങ്ങനെ റേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ നിൽക്കണേട്ടോ. ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഫുൾ ആ വാട്ടർഫാളും ഒക്കെ കാണാം. നമ്മുടെ ഈ കാലിൽ വെച്ചിട്ടുള്ളടുത്ത് അടിയിൽ ഇങ്ങനെ ഓപ്പൺ ആവും. സോ കൂൾ. ആ വാട്ടർഫാൾ അങ്ങനെ കാണാം ഇവിടെ നിന്ന്. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കല്ലേ, ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ ക്വൈറ്റ് നൈസ്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ച് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇരിക്കാനുള്ള ലൊക്കേഷൻ നോക്കിയപ്പോഴാണ് ഇവിടെ നോക്ക്. എന്ത് രസാ. ഇറ്റ്സ് ലൈക്ക് നമുക്ക് ക്ലൗഡ്സ് കാണാം. നമ്മള്
അയാൾ അവളെക്കാട്ടും വലിയ ഡോണറ്റാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഹഷ്മ, യു ലൈക്ക് ഡോണറ്റ്? ഞാനും ഐസ്ക്രീം എടുത്തിരിക്കണേ. സുനിലിനും അമ്മയ്ക്കൊക്കെ കാപ്പിയും ഞാനൊരു ഐസ്ക്രീം ഒക്കെയാണ് കേട്ടോ എടുത്തിരിക്കണേ. ബ്ലൂ മൗണ്ടൻ്റെ ശരിക്കുള്ള ബ്ലൂ കാണാൻ ഞാൻ ഒന്നും ഇങ്ങോട്ട് വന്നതാട്ടോ. അവിടെ കാപ്പിയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ആ കേബിളിൻ്റെ സാധനമൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ കാണാം കേബിൾ വരുന്നതും ബോണ്ടൊക്കെ. ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്. ഇവിടെ ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ചെറുതായിട്ടൊരു മിസ്റ്റും ഒരു തണുത്ത കാറ്റും കണ്ടില്ലേ. ത്രീ സിസ്റ്റേഴ്സിനെ വേറെ തന്നെ ഒരു രീതിയിൽ ഇപ്പോൾ പറ്റുന്നുണ്ട് കാണാൻ. ഇപ്പോഴാണ് ശരിക്കും ആ ബ്ലൂ കളർ കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കണ്ടാൽ ഈ ബ്ലൂ കാണാൻ പറ്റും. ഇറ്റ്സ് സച്ച് എ ഹ്യൂജ് ബിഗ് മൗണ്ടൻ റേഞ്ച്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലൂ നമുക്ക് ഇവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത്. കണ്ണാടിയും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനത്തെ ഒരു വെതറിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റണം. എനിക്ക് ഇത്രയും കൊല്ലത്തിൽ ഇത്ര നല്ല ക്ലാരിറ്റിയോടെയും ഇത്ര ക്ലിയർ ആയിട്ടും നല്ല വെതറിലും ഇപ്പോഴാണ് കേട്ടോ കാണാൻ പറ്റിയിരിക്കണേ. ഓക്കെ, പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിതായി ഡൈനോസോഴ്സിൻ്റെ കൂടെയാണ്. സുനിൽ ഇവളുടെ പ്രാം എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് വീണ്ടും പോയിരിക്കാം കേട്ടോ. നൗ വി ഗോയിങ് ടു ലീവ് ഫ്രം ഹിയർ ബിഫോർ ഇറ്റ് ഗെറ്റ്സ് റിയലി ഡാർക്ക് ആൻഡ് കുറച്ചൊരു മഴക്കോളും കേട്ടോ. കണ്ടോ, ഒരു ഇരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഇവിടെ നിന്ന് ഇറങ്ങണം. അമ്മ, ട്രിപ്പ് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു? Okay, we all had fun. I hope you guys all enjoyed watching as well. So thank you for watching. That's only എത്തിയിട്ടുണ്ട്. റാമം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇറങ്ങാൻ വേണ്ടു. So വീഡിയോ കണ്ട എല്ലാവരും മറക്കാതെ please share, subscribe, like and comment. And until we see you in the next video, this is bye from Shruti and bye from Malayali. Bye guys.